ഈ ക്രിയേറ്ററിന് വരെ വെല്ലുവിളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക. ഞാൻ സോറി പറഞ്ഞു, സോറി അങ്ങനെ പോയിട്ട് തിരിച്ചു വരണം. ഇപ്പൊ ലൈവില് നടക്കുന്ന കാര്യമാണ്. നെവിനും റെന ഫാത്തിമയും തമ്മിലാണ് കോൺവെർസേഷൻ. ഇത് കാണാൻ കാണികളും ഉണ്ട് കേട്ടോ. അക്ബറും ആര്യനും അനുമോളും ബിന്നിയൊക്കെ ഇരിപ്പുണ്ട്. റെന ഫാത്തിമ നെവിനോട് ചോദിക്കുന്നത്, നെവിൻ ആദ്യം അനുമോൾക്ക് എതിരായിരുന്നല്ലോ, അപ്പം അനുമോള് അന്ന് ജിസേലിനെതിരെ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ അനുമോൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ല എങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് നെവിൻ ഇറങ്ങി ഓടിയത്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന നെവിൻ ഇപ്പോൾ അനുമോൾക്ക് സപ്പോർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് റെന ഫാത്തിമ ചോദിക്കുന്നത്. അപ്പം നെവിൻ പറയുന്നുണ്ട്, അത് എൻ്റെ ഗെയിമാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കും, അല്ലാതെ ഞാനിവിടെ ആരുടെയും മൂഡ് താങ്ങി നടക്കുന്നില്ല എന്നൊക്കെ റെന ഫാത്തിമയോട് നെവിൻ പറയുന്നുണ്ട്. അതുപോലെ ഈ ബിഗ് ബോസിലെ ക്രിയേറ്റീവ്സിനെ വരെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ് ഞാൻ. അപ്പം അങ്ങനെ പോകാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണിക്കുക, എന്നിട്ട് തിരിച്ച് വരണം എന്നൊക്കെയുള്ള ഡയലോഗുകളാണ് നെവിൻ അവിടുന്ന് കാച്ചുന്നത്. അതുപോലെ തന്നെ നെവിൻ പറയുന്നുണ്ട്, ഇപ്പം ഈ സീസണിൽ ഒരു വില്ലനാണ് അക്ബർ, ഒരു നായകനുണ്ട്, ആ നായകൻ്റെ പേര് നെവിൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഷാനവാസ് ആണെന്ന്. അപ്പം ഇവരൊക്കെ ടോപ്പ് 5 വരും. ഈ ടോപ്പ് 5 വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വില്ലനായ അക്ബറിനെ ഇങ്ങനെ പറഞ്ഞു വിടാതെ ഇരുത്തുന്നത് എന്നുള്ള രീതിയിലേക്കാണ് നെവിൻ പറയുന്നത്. അല്ലാതെ അക്ബർ ഒരു നല്ല ഗെയിമർ അല്ല, അക്ബറിനെ നെവിൻ ഒരു ഗെയിമർ ആയിട്ടേ കണക്ക് കൂട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റെന ഫാത്തിമ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് ഇല്ലാതെ നന്നായിട്ട് ഗെയിം കളിക്കാതെ എങ്ങനെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നത് എന്ന് റെന ഫാത്തിമ നെവിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് PR എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അക്ബർ തിരിച്ചു പറയുന്നുണ്ട്, അനുമോളെ PR കുറിച്ച് നിങ്ങൾ പേസ വേണ്ട എന്നൊക്കെ നല്ല തമിഴ് നല്ല ഡയലോഗ് 2 അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നെവിൻ പറഞ്ഞ ചില കാര്യങ്ങൾ ബിഗ് ബോസ് കേൾക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഒന്ന് ചിന്തിക്കണം. നെവിൻ ഇതിൽ പറയുന്നുണ്ട്, ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സിനെ വരെ വെല്ലുവിളിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ് ഞാൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വന്നു എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് പറയുന്നുണ്ട്. അതെന്താണെങ്കിലും ബിഗ് ബോസിനൊരു നാണക്കേട് തന്നെയാണ്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ തിരിച്ച് കയറ്റാൻ പാടില്ല. നെവിൻ പറഞ്ഞതുപോലെ തന്നെ നെവിൻ വെല്ലുവിളിച്ച് തന്നെയാണ് പോയത്. ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയുടെ റീസണിൽ എന്താ പറയുക, പ്രകോപിതനായി ഇറങ്ങിപ്പോയതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്ത് സോറി പറഞ്ഞാലും തിരിച്ച് കയറ്റേണ്ട ആവശ്യം ബിഗ് ബോസിനില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള നല്ല മാസ് ഡയലോഗുകൾ ബിഗ് ബോസ് കേൾക്കണം. അനുമോൾക്ക് പുറത്ത് നല്ല പിന്തുണയാണ് എന്നുള്ളത് ഹൗസിലുള്ള പലർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അവിടെയുള്ളവരെല്ലാവരും ഒരു സേഫ് ഗെയിം പ്ലാൻ ചെയ്യുമോ, ആ ഒരു ഗെയിമിൻ്റെ രീതി തന്നെ മാറിപ്പോകുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്ത് അനുമോൾക്ക് നല്ല സപ്പോർട്ടാണ് എന്നുള്ളത്. അത് അനുവിൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രാവിലെ ജിസയിൽ 10 പേർക്ക് മാത്രമുള്ള ഒരു കാപ്പി മാത്രമാണ് വെച്ചുള്ളൂ, ഒരു ഫേവറിസം കാണിച്ചു എന്ന ബിന്നിയുടെ കമൻറ്റിൽ നിന്നും തുടങ്ങിയതാണ് ഇന്നത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ. അതാണ് ഇപ്പം നെവിൻ്റെ അടുത്ത് ഈ ഒരു രീതിയിലുള്ള സംസാര വിഷയങ്ങൾക്കൊക്കെ വഴിതെളിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ വട്ടത്തെ ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ നമ്മൾ പല രീതിയിലുള്ള ഗെയിമുകളും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അനുമോളുടെ അടുത്താണെന്നുണ്ടെങ്കിലും അധികം നല്ല രീതിയിലുള്ള ഗെയിമുകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. ആദ്യം കുറേ കരഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള കുറേ ഒളിഞ്ഞു നോട്ടം, അത് കഴിഞ്ഞിട്ട് കുറേ CID പണി, അത് കഴിഞ്ഞിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ എന്തോ കണ്ടു. ഇങ്ങനെയുള്ള കണ്ടന്റുകളല്ലാതെ വാലിഡ് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊന്നും ഇതുവരെ ബിഗ് ബോസിന് കൊടുത്തിട്ടില്ല. പിന്നെ അനീഷിന് തുടക്കത്തിലെ ഒരു ചൊറിയൻ സ്വഭാവമാണ് എന്ന് തോന്നിയിരുന്നു. പക്ഷേ അനീഷ് എന്താണെന്നെങ്കിലും ടോപ്പ് 5 ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു ഗെയിമർ അനീഷാണ് ആ വീട്ടിലെ.